സദാചാര ഫാസിസത്തിനെതിരെ കോഴിക്കോട്ട് സംഘടിപ്പിച്ച ചുംബന സമരത്തിനിടെ സംഘർഷം. സമരക്കാരെ ഹനുമാൻ സേന ശിവസേന പ്രവർത്തകർ ആക്രമിച്ചു. മിഠായി തെരുവിൽ സമരക്കാരെ ശിവസേന പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി. പലതവണ പോലീസ് ലാത്തിവീശി. സംവിധായകൻ ജയൻ ചെറിയാൻ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ചുംബന സമര പ്രവർത്തകർ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചത്. ശിവസേന ഹനുമാൻ സേന പ്രവർത്തകരും സദാചാര ഗുണ്ടകളും ഇവരെ വളഞ്ഞു. സംഘർഷാന്തരീക്ഷം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ചുംബന സമരക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ലാത്തി വീശി. വീണ്ടും സംഘടിച്ച സമരപ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ഇതിനിടെ മാധ്യമങ്ങളോട് സംസാരിച്ച സംവിധായകൻ ജയൻ ചെറിയാനെയും സ്റ്റാൻഡിലെത്തിയ ദമ്പതികൾ ഉൾപ്പെടെയുള്ളവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംഘടിച്ചു നിന്ന നാട്ടുകാർക്ക് നേരെ പലതവണ പോലീസ് ലാത്തി വീശി. ഇതിനിടെ മാനാഞ്ചിറയിൽ ചുംബന സമരത്തിനെത്തിയവരെ ശിവസേന പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി. പോലീസ് നോക്കി നിൽക്കെയാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ശിവസേന ആക്രമിച്ചത്. സമരം തടയാനെത്തിയവരെ നേരിടുന്നതിന് പകരം പോലീസ് സമരക്കാരെയാണ് കൈകാര്യം ചെയ്തതെന്ന് ദീദി ദാമോദരൻ പറഞ്ഞു. വൃത്തികേടുകൾ തടയാൻ നേരത്തെ ഒന്നും കാണാത്ത പോലീസാണ് ഇത് വൃത്തികേടാണ് എന്ന മട്ടില് അവിടെ കൂടി നിൽക്കുകയും ഭയങ്കര വിജിലന്റായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടത്. ചുംബന സമരത്തിൽ പങ്കെടുത്ത 12 സ്ത്രീകൾ ഉൾപ്പെടെ 60ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം സമരത്തെ നേരിടുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് പറഞ്ഞു. കോഴിക്കോട് സ്റ്റാൻഡിലും മാനാഞ്ചിറയിലും കമ്മീഷൻ ഓഫീസ് പരിസരത്തും ഇപ്പോഴും നാട്ടുകാർ തടിച്ചുകൂടിയിരിക്കുകയാണ്. മിഠായി തെരുവിൽ ശിവസേനക്കാർ നിയമം കയ്യിലെടുത്തപ്പോൾ പോലീസുകാർ വെറും നോക്കിക്കുത്തികളായി. അക്രമികളെ തടയുന്നതിന് പകരം ചുംബിക്കാനെത്തിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കോഴിക്കോടും പോലീസ് ചെയ്തത്. ക്യാമറാമാൻമാരായ അരുൺ മാത്യുവിനും പ്രവീൺ മാധവിനും റിപ്പോർട്ടർ KM ഷഹീദിനുമൊപ്പം രമ്യശ്രീ രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ കോഴിക്കോട്. ചർച്ചയിൽ മാത്യു കുഴൽനാടൻ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി MP രാജേഷ്, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് K രാജൻ, AIYF സംസ്ഥാന സെക്രട്ടറി ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകൻ സിവിക് ചന്ദ്രൻ, സാംസ്കാരിക പ്രവർത്തകൻ ജയൻ ചെറിയാൻ, സിനിമാ സംവിധായകൻ അഡ്വക്കേറ്റ് ഹരികുമാർ, ശിവസേന എന്നിവർ. ആദ്യം ശ്രീ ജയൻ ചെറിയാൻ, ഇന്ന് കോഴിക്കോട്ട് എന്താണ് സംഭവിച്ചത്? വളരെ സുപ്രധാനമായ ഒരു സമരമാണ്. ഈ സമരത്തിൽ ഹൈന്ദവ നാമധാരികൾ ആയ ഹിന്ദു ഫാസിസ്റ്റുകൾ എന്നൊക്കെ നാം വിളിക്കുന്ന പുതിയ ഒരു ഗുണ്ട ഗ്രൂപ്പ് ജനങ്ങളുടെ മേൽ സമരം നടത്തി, സമാധാനപരമായ സമരം നടത്തി യുവാക്കൾക്ക് മേൽ ചാടി വീഴുകയും ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇത് മലയാളികൾ എന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. യുവാക്കൾക്ക് കൈപിടിച്ച് റോഡിലൂടെ നടക്കാൻ ഇത്തരത്തിലൊരു സമരം ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഒരു അപഹാസ്യത, അത് മലയാളി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ വളരെയധികം നാണിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തുടരുക ശ്രീ മാത്യു കുഴൽനാടൻ, ശിവസേനയ്ക്കും ഹനുമാൻ സേനയ്ക്കും അഴിഞ്ഞാടാൻ അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നു ഇന്ന് പോലീസ് കോഴിക്കോട്ട്. അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട എന്ത് ബാധ്യതയുണ്ട് പോലീസിന്? അല്ല, ഇന്ന് കോഴിക്കോട്ട് നടന്ന സംഭവങ്ങൾ വളരെ നിർഭാഗ്യകരമാണ്. അതിൽ വളരെ ശക്തമായ വിയോജിപ്പും അല്ലെങ്കിൽ ഈ ശ്രീരാമസേന അല്ലെങ്കിൽ ഹനുമാൻ സേന എന്നിവർ നടത്തിയത് സാംസ്കാരിക കേരളത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ കേരളത്തിനോ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ നമ്മൾ പോലീസിനെ മാത്രം കുറ്റപ്പെടുത്തുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ അന്നേരം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതായിരുന്നിരിക്കും അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു കൺസേൺ. അതുകൊണ്ട് പോലീസ് നടപടിയെ സംബന്ധിച്ച് അത് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു സമരം അല്ലെങ്കിൽ ഇതുപോലൊരു സമരത്തിനെതിരെ ഇതുപോലൊരു കയ്യേറ്റം വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. അൺനെസസറി ആയിട്ട് ഈ പ്രതിഷേധത്തിനും ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. ഇവരെന്തിനു വേണ്ടിയാണ് ഇവരെ ആക്രമിക്കാൻ പോയത്? അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഇതിരുന്ന് ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായും ശ്രീ മാത്യു കുഴൽനാടൻ, അങ്ങേയറ്റം സങ്കുചിതമായ രാഷ്ട്രീയ അജണ്ടയുള്ള ആളുകളാണ് ഈ കൂട്ടർ. അവർ എന്തിന് ആക്രമിക്കാൻ പോയി എന്ന് നമ്മൾ ചോദിക്കുന്നതിന് വലിയ സാങ്കത്യമില്ല. അതേസമയം പോലീസ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഹനുമാൻ സേനയ്ക്കും ശിവസേനയ്ക്കും ഒക്കെ ഒത്താശ ചെയ്ത് കൊടുക്കേണ്ട പണി കേരളത്തിലെ പോലീസ് എന്തിനെടുക്കണം എന്ന പ്രശ്നം വളരെ വളരെ ഗുരുതരമാണ്. ഏറ്റവും ഒടുവിൽ ഈ രാത്രിയിൽ പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഇറക്കി വിടുന്ന ഈ ചുംബന സമരം നടത്താനെത്തുന്ന ആളുകളെ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ചുംബന സമരത്തിനെത്തി എന്ന് അവർക്ക് സംശയം തോന്നുന്ന ആരും മർദ്ദിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ ഒരു നിയമവാഴ്ചയില്ലേ?
അല്ല, പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഒരു തെറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം ഞാൻ വളരെ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ RSSനോ ശ്രീരാമസേനയ്ക്കോ ഹനുമാൻ സേനയ്ക്കോ ഒന്നും ഒത്താശ ചെയ്യുന്ന ഒരു പോലീസ്, അത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമല്ല. ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ നടപടി തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വളരെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുടരുക. ശ്രീ MP രാജേഷ്, എന്താണ് കോഴിക്കോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാത്രിയിൽ പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട ആളുകളെ മോചിപ്പിച്ചതിന് ശേഷവും അവർക്കെതിരെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്ത. അത്രമേൽ ഭീതിതമായ അന്തരീക്ഷം കോഴിക്കോട് നഗരത്തിലുണ്ട്. സദാചാര ഗുണ്ടകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കോഴിക്കോട്ടിൽ നിന്ന് നമ്മൾ കണ്ടത് കാക്കിയും കാവിയും തമ്മിലുള്ള അശ്ലീല സംബന്ധമാണ് കോഴിക്കോട്ട് കണ്ടിട്ടുള്ളത്. കാക്കിയും കാവിയും ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒന്നായി തീരുന്ന സ്ഥിതി കോഴിക്കോട്ട് കണ്ടിരിക്കുന്നു. കോഴിക്കോട്ട് പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ബോറന്മാർ, അവരാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ. ആ ബോറന്മാർക്കെതിരായിട്ട് പോലീസാണെന്ന് പറഞ്ഞ് കാക്കി കുപ്പായം ഇട്ട് പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ബോറന്മാർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറുണ്ടോ? ഇവിടെ ശ്രീ മാത്യു കുഴൽനാടൻ മൃദുവായ വാക്കുകളിൽ അതിനെ അപലപിക്കുകയുണ്ടായി. അത്രയും നല്ലത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു സർക്കാർ നയമല്ല എന്ന്. സർക്കാർ നയമാണിത്. കൊച്ചിയിൽ ഇത് നമ്മൾ കണ്ടു, കോഴിക്കോട്ട് ആവർത്തിച്ചു. എന്തുകൊണ്ട് ആവർത്തിച്ചു? കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? പറഞ്ഞോളൂ. കൊച്ചിയിൽ ഇതേ സമീപനം പോലീസ് സ്വീകരിച്ചു. ഈ ഹനുമാൻ സേന എന്ന കുരങ്ങൻ സേനയ്ക്ക്, അതാണല്ലോ അതിന്റെ അർത്ഥം, വാനര സേനയ്ക്ക് അഴിഞ്ഞാടാനുള്ള അവസരം കൊച്ചിയിൽ ഉണ്ടാക്കി കൊടുത്തു. അവരുടെ കൂടെ അവിടെ പോലീസും അഴിഞ്ഞാടുന്ന സ്ഥിതി ഉണ്ടായി. എന്തെങ്കിലും നടപടി ആഭ്യന്തരമന്ത്രി അവിടെ സ്വീകരിക്കുകയുണ്ടായോ? ഈ ഗവൺമെന്റ് സ്വീകരിക്കുകയുണ്ടായോ? അതല്ലേ കോഴിക്കോട്ട് ഇതേ സമീപനം സ്വീകരിക്കാൻ പോലീസിന് ധൈര്യം പറഞ്ഞത്? ഇതേ പോലീസല്ലേ ആലപ്പുഴയിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വിവാഹിതരായിട്ടുള്ള രണ്ടുപേരെ കടൽക്കരയിൽ കാറ്റുകൊള്ളാൻ പോയപ്പോ വിവാഹ സർട്ടിഫിക്കറ്റ് ബാഗിൽ കൊണ്ടു നടക്കാത്തതിന്റെ പേരിൽ പീഡിപ്പിച്ചത്? സദാചാര പോലീസും അല്ലാത്ത പോലീസും തമ്മിൽ എന്ത് വ്യത്യാസമാണ് പറഞ്ഞത്? ഇതേ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ്, ഇതേ ഗവൺമെന്റിന്റെ പോലീസല്ലേ MG കോളേജ് ആക്രമിച്ച RSSകാർ? ആ RSSകാരുടെ ആക്രമണത്തിൽ ഗുരുതരമായി പോലീസ് ഡിവൈഎസ്പിക്ക് പരിക്കേറ്റിട്ട് പോലും കേസ് പിൻവലിച്ചു കൊടുത്തത്. തീർച്ചയായും തുടരുക ശ്രീ MP രാജേഷ്. ശ്രീ സിവിക് ചന്ദ്രൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പോലീസും സദാചാര പോലീസും ഒന്നാകുന്ന കാഴ്ചയാണോ ഇന്ന് കോഴിക്കോട് കണ്ടത്? സമരം നടത്താനെത്തുന്നവരോട് അതിക്രമം, സമരത്തെ ആക്രമിക്കാൻ വരുന്നവരോട് അനുഭാവം, അങ്ങനെയായിരുന്നോ? ഇന്ന് കോഴിക്കോട് നടന്നത് ഏതാണ്ട് ഈ ഹനുമാൻ സേനയുടെ വാല് കൊഴിഞ്ഞു പോയാൽ അത് പോലീസാവുന്നതും പോലീസിന് വാല് മുളച്ചാൽ അത് ഹനുമാൻ ആവുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് കോഴിക്കോട് നിന്ന് കണ്ടത്. യഥാർത്ഥത്തിൽ ഈ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത അല്ലെങ്കിൽ മർദ്ദിച്ച സംഭവം മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ പോയ, കൺട്രോൾ റൂമിൽ പോകേണ്ടി വന്ന ആൾക്കാരോട്, പ്രത്യേകിച്ചും സ്ത്രീകളോട് പോലീസ് പെരുമാറിയ ഒരു രീതിയുണ്ട്. യഥാർത്ഥത്തിൽ ഏതാണ്ട് വസ്ത്രാക്ഷേപം ചെയ്യുന്നത് പോലെ, അത് ശാരീരികമായി അല്ലെങ്കിൽ പോലും മറ്റേ ഭാഷ കൊണ്ട് നിനക്കൊന്നും വീട്ടിൽ ഉമ്മ ആളെ കിട്ടാത്ത കൊണ്ടാടാ, അല്ലെങ്കിൽ അച്ഛനമ്മയും കൊണ്ടാത്തത് എന്ന് സാധാരണ ഹിന്ദു വർഗീയവാദികൾ വിളിക്കാൻ പോലും ധൈര്യപ്പെടാത്ത രീതിയിലുള്ള വർത്തമാനമാണ് പോലീസ്, വനിതാ പോലീസ് അടക്കം ഈ കിസ് ഓഫ് ലവിൻ്റെ പ്രവർത്തകരോട് ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വയനാട്ടിൽ വെള്ളമുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നക്സലൈറ്റുകളും തണ്ടർബോൾട്ടും തമ്മിലുള്ള ഒരു സംഘർഷം പോലെ, പരസ്പരമുള്ള വെടിയുതിർക്കൽ പോലെയുള്ള ഒരു സംഭവമേ അല്ല ഇത്. അത് രണ്ടുപേരും പ്രിപ്പയർഡാണ്. ഇവിടെ അങ്ങനെയല്ല. തികച്ചും അഹിംസാത്മകമായി ഒരു സമരം നടക്കുകയാണ്. ഈ സമരമാവട്ടെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമരമാണ്. നമ്മുടെ നവോത്ഥാന കാലത്തോ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തോ പിന്നീട് ജനകീയ പ്രസ്ഥാനങ്ങളുടെ, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ, കർഷക പ്രസ്ഥാനങ്ങളുടെ കാലത്തോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാലത്തോ നക്സലൈറ്റുകൾ പോലുമോ ഉന്നയിക്കാത്ത ഒരു സദാചാര പ്രശ്നം, മനുഷ്യൻ്റെ ലൈംഗികതയുടെ പ്രശ്നം, മലയാളിയുടെ സദാചാരം എന്തായിരിക്കണമെന്ന പ്രശ്നം ഉന്നയിക്കുകയാണ് ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു സമരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരായുധരായ, യാതൊരു വയലൻസും ഉപയോഗിക്കാത്ത, ഉമ്മ കൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ച, അവിടെ പോലീസും നക്സലൈറ്റുകളും തോക്കുകൊണ്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഈ ചെറുപ്പക്കാരാവട്ടെ ഉമ്മ കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഈ ചെറുപ്പക്കാരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ പോലീസും കണക്ക് പറയേണ്ടി വരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റൈറ്റ്, തീർച്ചയായും തുടരുക. അഡ്വക്കേറ്റ് ഹരികുമാർ, എന്തുകൊണ്ട് ശിവസേനയോ ഹനുമാൻ സേനയോ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു
എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത്രമാത്രമൊക്കെ അതിക്രമങ്ങൾ സംഘടിപ്പിക്കാൻ മാത്രമുള്ള സംവിധാനം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നു? നിങ്ങൾക്ക് എങ്ങനെ ഇത്രയധികം സാമൂഹ്യ വിരുദ്ധരെ ഒന്നിച്ചുകൂട്ടി ഇങ്ങനെയൊക്കെ കാണിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം. അഭിലാഷ്, അപ്പോൾ ഒരു കാര്യം അഭിലാഷ് മനസ്സിലാക്കേണ്ടത്, ശിവസേന എന്ന് പറയുന്നത് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനം വഹിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പാർലമെന്റിൽ 18 ലോക്സഭാ അംഗങ്ങളും അതുപോലെ തന്നെ 5 രാജ്യസഭാ മെമ്പർമാരുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഈ ഹനുമാൻ സേനയെ അതൊക്കെ ചേർത്ത് പറഞ്ഞതുകൊണ്ട് ശിവസേന ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല. അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ സാമൂഹ്യ വിരുദ്ധരെ കൂട്ടുന്നു എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ശിവസേനയിൽ അതിന്റെ പ്രവർത്തകരാണ്, ശിവസൈനികരാണ്. ശിവസേനയ്ക്ക് വ്യക്തമായ ഈ സമരത്തെ സംബന്ധിച്ച് ശിവസേനയുടെ ഒരു ആശയമുണ്ടായിരുന്നു. ശിവസേന ഇതിനെ എതിർക്കുന്ന രംഗത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ എതിർക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അഡ്വക്കേറ്റ് ഹരികുമാർ. ജനാധിപത്യത്തിൽ യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ. അപ്പോ നിങ്ങൾ വിയോജിക്കുന്നോ യോജിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് തെരുവിൽ ഇത്തരത്തിൽ ഇടപെടുന്നതിനെ, തെരുവിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്നതിനെ, സ്ത്രീകൾ അടക്കമുള്ള ആളുകളോട് ഇത്രമേൽ നിഷ്ഠുരമായും നികൃഷ്ടമായും പെരുമാറുന്നതിനെയാണ് എതിർക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. വിയോജിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, അത് അംഗീകരിച്ചു തരാം. അല്ല, ഇത് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ സദാചാര പോലീസിംഗ് എന്ന് പറയുന്നു. ഈ തെരുവിൽ ഇതുപോലെയുള്ള എന്ത് കോപ്രായങ്ങളും കാട്ടി അതാണ് സ്വാതന്ത്ര്യം എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നവരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. ദയവായി തുടരുക. ഇപ്പോൾ AV ജോർജ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AV ജോർജ്, ഇന്നിപ്പോൾ സദാചാര പോലീസുകാരുമായി ചേർന്ന് കോഴിക്കോട്ടെ പോലീസ് സംവിധാനം വലിയ ഒരാക്രമണ സംവിധാനത്തിന് കുട പിടിച്ചു കൊടുക്കുകയാണ് എന്ന അതിഗുരുതരമായ ആക്ഷേപമാണ് കോഴിക്കോട് പോലീസ് നേരിടുന്നത്. അല്ല, അത് വെറുതെ ഒരു ആരോപണം മാത്രമാണത്. കാരണം ഇന്ന് നടക്കുന്ന ഈ ചുംബന സമരത്തെ സംബന്ധിച്ചിട്ട് ഈ ചുംബന സമരം നടത്തിയെന്ന് പറയപ്പെടുന്ന ആൾക്കാർ, അതിന്റെ അധികാരികൾ പോലീസുമായിട്ട് ബന്ധപ്പെടുക, പോലീസിന്റെ വന്ന് പെർമിഷൻ വാങ്ങിക്കുകയോ അതൊന്നും ചെയ്യാതെ ഇവിടെ വന്നൊരു നാടകം കളിക്കാണ്. അല്ല, അതായിക്കോട്ടെ. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ ആരുടെയെങ്കിലും മുൻകൂർ പെർമിഷനോ റിക്വസ്റ്റോ ഒന്നും വേണ്ടല്ലോ ഇടപെടാൻ. എന്തുകൊണ്ട് ശ്രീരാമസേന അല്ലെങ്കിൽ ഹനുമാൻ സേനയെയും ശിവസേനയെയും അഴിഞ്ഞാടാൻ കോഴിക്കോട് നഗരത്തിൽ പോലീസ് അനുവദിച്ചു? വീഡിയോ ദൃശ്യങ്ങളുണ്ട്, നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക. അല്ല, അതെ, അതിക്കാന്ന് പറഞ്ഞാൽ ഇവര് അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങളിലൂടെയും ബാക്കിയുള്ള ചാനലിലൂടെയും അനൗൺസ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഈ സമരത്തിന്റെ വേദി മൊബിഷ്യൽ ബസ് സ്റ്റാൻഡാണ്. മൊബിഷ്യൽ ബസ് സ്റ്റാൻഡിലെ പോലീസ് വളരെ ക്രമകരമായ രീതിയിൽ, നല്ല രീതിയിൽ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ശിവസേനക്കാരെയും ഹനുമാൻ സേനക്കാരെയും അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ ഇടയിൽ സാമൂഹ്യ വിരുദ്ധർ കടന്നു കയറി എന്നുള്ള ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചുംബന സമരമായിട്ട് വന്ന ആൾക്കാരെയും എല്ലാവരെയും അവിടുന്ന് കസ്റ്റഡിയിലെടുത്തു. അവിടെ നിന്ന് പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് അവരെ അറസ്റ്റ് ചെയ്തത്. ശ്രീ AV ജോർജ്, നോക്കൂ, ഹനുമാൻ സേന എന്ന സംഘടന പോസ്റ്റർ എഴുതി അവരുടെ ടെലിഫോൺ നമ്പർ സഹിതമുള്ള പോസ്റ്ററുകൾ കോഴിക്കോട് നഗരത്തിൽ മുഴുവൻ പതിച്ചിരുന്നു. ചുംബന സമരം നടത്താൻ വരുന്നവരെ നഗ്നരായി നടത്തിക്കും എന്നുള്ളതായിരുന്നു ആ ഫോൺ നമ്പർ സഹിതമുള്ള പോസ്റ്ററിലെ മുന്നറിയിപ്പ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന മുൻകരുതൽ നടപടിയോ പ്രിവെന്റീവ് അറസ്റ്റോ ഒന്നും അക്കാര്യത്തിൽ ഉണ്ടാകാത്തത്? ഇല്ലെന്നാരാണോ പറഞ്ഞത്? ഹനുമാൻ സേനക്കാരെ അവരുടെ അടുത്ത് വരുന്ന മുമ്പ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശിവസേനക്കാരെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചുംബന സമരമായിട്ട് വരുന്ന ആൾക്കാരെ നേരിടുന്നതിനായിട്ട് അതിന്റെ അകത്ത് ജനങ്ങളുടെ ഇടയിൽ ഈ സാമൂഹ്യ ദ്രോഹികൾ കടന്നു കയറിയാത്ത വിവരം ഉള്ളതുകൊണ്ടാണ് അവരെയും ഈ ചുംബന സമരക്കാരെ അറന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. മൊബിഷ്യൽ ബസ് സ്റ്റാൻഡിൽ യാതൊരു രീതിയിലുള്ള അതിക്രമം, പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രമം ഉണ്ടായിട്ടില്ല. അവരെ വിലം പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് സത്യമാണ്. അത് പോലീസിന്റെ കടമയാണത്. ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമല്ല. ഒരു ചുംബന സമരത്തിന്റെ പേരിൽ കോഴിക്കോട് ആരെയും അഴിഞ്ഞാടാൻ വിടാൻ സാധിക്കരുത്. അതെ, അത് വളരെ പ്രധാനമാണ്. ആരെയും അഴിഞ്ഞാടാൻ വിടാൻ സമ്മതിക്കില്ല എന്ന പോലീസിന്റെ നിലപാട് ബോധ്യപ്പെടുന്നതാണ്. പക്ഷേ ആരാണ് അഴിഞ്ഞാടിയത് എന്നുള്ളതാണ് പ്രശ്നം. ചുംബന സമരവുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതിന് വന്ന ആളുകൾ ഒരു ചെറിയ ക്രമസമാധാന പ്രശ്നം പോലും ഉണ്ടാക്കിയതായി അവിടെയുള്ള മാധ്യമ പ്രവർത്തകരാരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും അതിന്റെ സൂചന നൽകുന്നില്ല. മറിച്ച് ഈ സമരത്തെ എതിർക്കാൻ വന്ന ആളുകളാണ് വലിയ തോതിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങൾ ചുംബന സമരക്കാരോട് അങ്ങേയറ്റം അതിക്രമം നിറഞ്ഞ രീതിയിൽ പെരുമാറുക, മറുവിഭാഗക്കാരോട് അനുഭാവം നിറഞ്ഞ രീതിയിൽ പെരുമാറുക. അല്ല, എനിക്ക് നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോ നിങ്ങൾ ഒരു പോലീസിനെ വെറുതെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ മറുപടി പറയാം. ഇങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് 2-3 ആൾക്കാർ കൂട്ടം കൂടി വന്നിട്ട് 10-50 ആൾക്കാർ വന്നിട്ട് കോഴിക്കോട് സിറ്റിയിൽ ഇങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിൽ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ഈ ചുംബന സമരക്കാരാണത്. ചുംബന സമരക്കാര് പോലീസിനെ അറിയിക്കുകയോ അതിന്റെ ഭാരവാഹികൾ ആരോ എന്നത് സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ആൾക്കാർക്ക് എന്തോ തോന്നിയ ദിവസം കളിക്കാൻ വിടാൻ വേണ്ടി പോലീസിനെ കൂട്ടിരിക്കാൻ സാധിക്കില്ല. ഇവിടെ അതിന് പോലീസിനെ കൂട്ടിരിക്കാൻ സാധിക്കില്ല. അത് എന്ത് വിമർശനമാണെന്ന് ശരി, അത് പോലീസ് ഏറ്റെടുക്കാൻ തയ്യാറാണ്.
ചുംബന സമരത്തിന്റെ പേരിൽ ഇവിടെ യാതൊരു രീതിയിലുള്ള അതിക്രമങ്ങളോ അതിൽ രീതിയിലുള്ള അഴിഞ്ഞാട്ടോ പോലീസിന് സമ്മതിക്കാൻ വേണ്ടി പോലീസിനെ കൈയും കെട്ടി നോക്കി സാധിക്കില്ല. ആയിക്കോട്ടെ ശ്രീ എ ബി ജോർജ്, അങ്ങനെ ചുംബന സമരക്കാർ എന്തെങ്കിലും ഈ പറയുന്നത് പോലെയുള്ള അഴിഞ്ഞാട്ടം കാണിച്ചാൽ നിങ്ങൾക്ക് ഇടപെടാം. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നതിന് മുൻപ് നിങ്ങൾ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. എല്ലാ ചാനലുകളും അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം മറ്റൊരു വിഭാഗക്കാർ, അതെ ആയിക്കോട്ടെ, മറ്റൊരു വിഭാഗക്കാർ ഈ സമരത്തിലെത്തിയ ആളുകളെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണ്. നിങ്ങളുടെ പോലീസുകാർ അതാ നോക്കി നിൽക്കുകയാണ്. സാംസ്കാരിക പ്രവർത്തകരടക്കമുള്ള ആളുകളെ വളഞ്ഞിട്ട് മർദ്ദിക്കുമ്പോൾ നോക്കി നിൽക്കുകയാണല്ലോ പോലീസ്. ഈ ധാർമ്മിക ബോധം എന്താ അപ്പോൾ ഉണരാത്തത്? ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കാൻ സമ്മതിക്കരുത്. ചുംബന സമരത്തെ വിജയിപ്പിച്ചു കൊടുക്കാൻ വന്ന കോഴിക്കോട് സിറ്റി പോലീസിന്റെ ഒരു പദ്ധതിയല്ലത്. അവർ സമരം നടത്താണ്ടിരിക്കുക ചെയ്യട്ടെ. അതിന് വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള പോലീസിന്റെ അജണ്ടയല്ല. ഇവിടെ 100 കൂട്ടം കാര്യങ്ങൾക്ക് പോലീസിന് ചെയ്യാൻ വേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ജനസമാധാനമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതിനെ സംബന്ധിച്ച് ഇവിടെ ഈ ചുംബന സമരത്തെ വിജയിപ്പിച്ചു കൊടുക്കാമെന്ന പോലീസിന്റെ അജണ്ട ഞങ്ങളുടെ അജണ്ടയിലുള്ള കാര്യമല്ലത്. പക്ഷെ അതേ സമയത്ത് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂലേക്ക് വന്നൊരു സമയത്ത് ചുംബന സമരം നടക്കുന്നോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ചുള്ള ബാധകമായിട്ട് കാര്യമേ അല്ല. അത് ഹനുമാൻ സേനയാണ് ശരി, ചുംബന സമരക്കാരാണ് ശരി. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പോലീസ് തയ്യാറല്ല, പോലീസ് ഇനിയും തയ്യാറാവില്ല. അതിന് ആരും മെനക്കെട്ടാലും അതിന് വേണ്ടി. ആയിക്കോട്ടെ കമ്മീഷണർ, എനിക്ക് ഒരൊറ്റ കാര്യമേ അറിയേണ്ടതുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് ചുംബന സമരത്തെ വിജയിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യതയില്ല, വേണ്ട, ചെയ്യേണ്ട. അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ ഇടപെടണം. പക്ഷേ ആരാണ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അവിടെ കാതലായ ചോദ്യം. അങ്ങനെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവരോട് നിങ്ങൾ പുലർത്തിയ സമീപനം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ദൃശ്യങ്ങൾ കള്ളം പറയില്ലല്ലോ. നിങ്ങളുടെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ്. ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡാണ് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ ചുംബന സമരം ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ കാര്യമായ രീതിയിൽ ഇടപെടലുണ്ടായി. അത് ചുംബന സമരം നടന്നോ ഇന്നതിനേക്കാൾ ഉപരി ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല അവിടെ. അതിനുശേഷം നിങ്ങൾ സിറ്റിയുടെ പല ഭാഗത്തും 5-10 ആൾക്കാരെ പോയി അവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാരുടെ പ്രതികരിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പോലീസ് അവിടെ രംഗത്ത് എത്തിയിട്ടുണ്ട്. 2 കൂട്ടരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ളത്. പോകട്ടെ, ഈ രാത്രിയിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങി നടന്നാൽ അടികിട്ടും എന്ന അവസ്ഥയുണ്ടെന്നാണ് അവിടുത്തെ മാധ്യമ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അല്ല, അത് നിങ്ങളൊന്നും നടന്നു നോക്കിയാൽ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പലതും നടന്നു എനിക്ക് അറിയില്ല. കാരണം ഇതുവരെയായിട്ട് അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ കസ്റ്റഡിയിലെടുത്തല്ലോ ഈ സമരക്കാരെ. കോഴിക്കോട് രാത്രികാരം നടക്കുന്നില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ചുംബന സമരക്കാർക്ക് വേണ്ടി വാദിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് നാട്ടുകാർ എന്താണെന്ന് വെച്ചാൽ വിലയിരുത്തല്ല. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടല്ലോ ചുംബന സമരക്കാരെ. ആ കസ്റ്റഡിയിലെടുത്ത ആളുകൾ ഞങ്ങളെ ഒരു ഗ്രൂപ്പായി പുറത്തേക്ക് വിടണം, മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ടും അവരെ 1-2 ആളുകളായാണ് പുറത്തേക്ക് വിടുന്നത്. നിങ്ങളുടെ കമ്മീഷണർ ഓഫീസിന് തൊട്ടടുത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞ മണിക്കൂറിൽ, അതായത് ഈ രാത്രിയിൽ ഇപ്പോഴും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കോഴിക്കോട് നഗരത്തിലുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മൂക്കിന് താഴെ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്? അല്ല, അത് നിങ്ങൾ പറയുമ്പോൾ മാത്രമേ അറിയില്ല. അല്ലാത്ത രീതിയിൽ ബന്ധമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലത്. അതങ്ങനെ ആൾക്കാർ പറഞ്ഞ കാര്യമില്ല. കാരണം അവന്റെ ആൾക്കാർ വന്ന് പറയുന്നു അറസ്റ്റ് ചെയ്ത ആൾക്കാരെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് ആൾക്കാരെ പ്രിവന്റീവ് അറസ്റ്റ് നടത്തി നമ്മൾ ഓരോ ആൾക്കാരെ പറഞ്ഞു വിട്ടു. കുറെ ആൾക്കാരെ ലാസ്റ്റ് ഒരുമിച്ച് പോയി ചെയ്തിട്ടുണ്ട്. അവിടെ ആരും അതിനായിട്ട് അടിക്കുകയോ പിടിക്കുകയോ ചെയ്തിട്ട് ഞങ്ങൾക്കറിയില്ല. അതിപ്പം കിട്ടിയ വിവരമാണ്. അത് തെറ്റായൊരു നിഗമനം. അല്ല, നിങ്ങൾ പറഞ്ഞു വിട്ട ആളുകളെ നിങ്ങൾ പറഞ്ഞു വിട്ട ആളുകളെ, അതായത് കസ്റ്റഡിയിൽ എടുത്തിട്ട് നിങ്ങൾ മോചിപ്പിച്ച ഉടൻ തന്നെ നിങ്ങളുടെ സമീപത്ത് വെച്ച്, നിങ്ങളുടെ ഓഫീസിന്റെ സമീപത്ത് വെച്ച് തന്നെ ശിവസേനക്കാരും ഹനുമാൻ സേനക്കാരും ഒക്കെ ആക്രമിക്കുകയാണ് കോഴിക്കോട്ട്. ഞാനത് നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഇത് മുട്ടായി തെരുവിന്റെ ഭാഗത്ത് വെച്ചിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് ചുംബനം നടത്തി അവിടെ വെച്ച്. ആ ചുംബനം നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരും ശിവസേനയാണോ ഹനുമാൻ സേനയാണോ പോലീസിന് അറിയില്ല. ഇതൊന്നും കാരണം പോലീസിന് കോഴിക്കോട് സിറ്റിയിലെ പല ഭാഗത്തും ഉമ്മക്ക് നടന്നിയാൽ അതിന് പുറകെ പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പണിയൊന്നുമല്ലത്. കോഴിക്കോട് സിറ്റിയിലെ 10 ഭാഗത്ത് ഉമ്മ വെക്കാൻ പോകുന്ന അതിന്റെ പുറകെ പോലീസ് നടക്കുന്ന പോലീസിന് വേറെ പണിയില്ലേണ്ടത്. അല്ല, മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണെങ്കിൽ ഞങ്ങൾ നിയമസമാധാനം ഉറപ്പാക്കും. കോഴിക്കോട് നഗരത്തിന്റെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ആരെ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നത് മിസ്റ്റർ കമ്മീഷണർ ബോധ്യമാകുന്നില്ല. നിങ്ങളുടെ ഓഫീസിന് തൊട്ടടുത്ത് നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ആളുകളെ മോചിപ്പിച്ച ഉടൻ അവർ ആക്രമിക്കപ്പെടുകയാണ്. എന്ത് നിയമവ്യവസ്ഥയാണ് ഈ സംസ്ഥാനത്തുള്ളതെന്ന് ജനങ്ങൾ ചോദിക്കും. വളരെ ശക്തമായ രീതിയിലാണ് പോകുന്നത്. നിങ്ങൾ പറയുന്ന രീതിയിൽ തോന്നിയ രീതിയിൽ 2-3 ആൾക്കാരെ അവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മോക്കാൻ പോകുന്ന സമയത്ത് ഓരോ 2 കെട്ടിപ്പിടിച്ച് ഉമ്മോക്കാൻ പോകുന്ന ആൾക്കാർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ എസ്കോർട്ട് കൊടുക്കാൻ ഇവിടെ സാധിക്കില്ല. അതൊന്നും അല്ല പോലീസിന്റെ പണിയത്. ഇതാണ് എന്തായാലും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെ, കോഴിക്കോട് പോലീസിന്റെ വിശദീകരണം.